നമസ്കാരം. വെറും 35 രൂപ പെർ കിലോയ്ക്ക് വാങ്ങി നമുക്ക് ഏകദേശം 600 രൂപ പെർ കിലോയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീട്ടിലിരുന്ന് വളരെ ചെറിയൊരു മുതൽ മുടക്കിൽ ആരംഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്നിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽ അതിനൊരു ചെറിയ ഫോം വ്യത്യാസം വരുത്തി, അതിന്റെ ഒരു ഫോമിൽ വ്യത്യാസം വരുത്തി നമ്മൾ റീപാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് 35 രൂപയ്ക്ക് വാങ്ങിയ സാധനം എത്തിക്കുമ്പോൾ നമുക്ക് 590 രൂപ മുതൽ മുകളിലോട്ട് 1000-2000 രൂപ വരെ പെർ കിലോ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ റോ മെറ്റീരിയൽസ്, എങ്ങനെയാണത് വിപണനം ചെയ്യേണ്ടത്, എത്ര ലാഭം കിട്ടും കൃത്യമായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ചെറുകിട ബിസിനസ് താല്പര്യമുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ കർത്തവ്യം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിനു മുമ്പേയും നമ്മൾ ഏകദേശം 1500ഓളം വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രകൃതിയോട് ഇണങ്ങിയ രാസവസ്തുക്കളില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ആവശ്യക്കാർ ഏറി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ ബിസിനസിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ താരം മുൾത്താനി മിട്ടിയാണ്. ഫുള്ളേഴ്സ് എർത്ത് എന്ന് പറയും. ഇതൊരു അത്ഭുത കളിമണ്ണാണ്. നൂറ്റാണ്ടുകളായി സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. മുഖത്തെ എണ്ണമയം വലിച്ചെടുക്കാനും മുഖക്കുരു മാറ്റാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ഇതിലും മികച്ച ഒരു പ്രകൃതിദത്ത മാർഗമില്ല എന്ന് തന്നെ പറയാം. ബ്യൂട്ടി പാർലറുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബിസിനസ്, അതിന്റെ സാധ്യതകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മുൾത്താനി മിട്ടി ഇന്ന് ഒരു മികച്ച ബിസിനസ് ആശയമാകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് വിപണിയിലെ ഡിമാൻഡാണ്. ആളുകൾക്ക് കെമിക്കൽ നിറഞ്ഞ ക്രീമുകൾ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെയാണ് മുൾത്താനി മിട്ടിയുടെ പ്രസക്തി. രണ്ടാമതായി ഭീമമായ ലാഭം നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ബിസിനസിന്റെ ലാഭത്തിന്റെ കണക്ക് കേട്ടാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. അത് നമുക്ക് മുമ്പോട്ട് വിശദമായി പരിശോധിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമില്ലാത്തൊരു ബിസിനസ്സാണ്. കേരളത്തിൽ ഈ ഉൽപ്പന്നം പ്രാദേശികമായിട്ട് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന കമ്പനികൾ വളരെ കുറവാണ്. എവിടുന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഒരു വലിയ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിന്റെ റോ മെറ്റീരിയൽ കണ്ടെത്തുകയാണ് വേണ്ടത്. മുൾത്താനി മിട്ടിയുടെ അസംസ്കൃത വസ്തുക്കൾ, അതായത് മുൾത്താനി മിട്ടി കട്ടയായിട്ട് നമുക്ക് കിട്ടുന്നത് രാജസ്ഥാൻ സൈഡിൽ നിന്നാണ് ഇത് വരുന്നത്. നമുക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള B2B സൈറ്റുകൾ വഴി ഇവിടെ ഇരുന്നുകൊണ്ട് വരുത്താൻ പറ്റും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പേരെ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് സൂട്ടബിൾ ആകുന്ന ആളുകളുമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു 15 രൂപ തൊട്ട് 35 രൂപയ്ക്കുള്ളിൽ ഏറ്റവും നല്ല മുൾത്താനി മിട്ടിയുടെ 1 കിലോ ലഭിക്കും. അവിടെ 1 കിലോ ആയിട്ട് ലഭിക്കത്തില്ല, ഹോൾസെയിലേഴ്സ് ആണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനിൽ നിന്നാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് നോക്കാം. ഇത് പൊടിച്ച് പാക്ക് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കട്ട രൂപത്തിലാണ് ഇത് ലഭിക്കുന്നത്. ഈ കളിമണ്ണ് ലഭിക്കുന്നത് ഒരു ചെറിയ ഫ്ലോർ മിൽ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ ഫ്ലോർ മില്ലിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ചെറിയ ഫ്ലോർ മില്ല് കിട്ടും. നമ്മളുടെ വീട്ടിനുള്ളിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സിംഗിൾ ഫേസിൽ ഓടുന്ന ഫ്ലോർ മില്ലുകൾ കിട്ടും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. ഈ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരം ചെറിയ മില്ലുകളാണ് ഇത്. ഇതിന് ഏകദേശം നമ്മളുടെ വിപണിയിൽ ഒരു 14,000 രൂപ മുതൽ മുകളിലോട്ട് ലഭിക്കുന്നതാണ്. കൂടിയ റേറ്റിലുണ്ട്. നമുക്ക് അത്യാവശ്യം 14,000-15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലോർ മില്ല് ലഭിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇതിന് ആകർഷകമായിട്ടൊരു പാക്കിംഗ് ആണ്. അതായത് ആ പ്രോഡക്റ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു താല്പര്യം ജനിക്കത്തക്ക രീതിയിലുള്ള ഒരു പാക്കിംഗ് നമുക്ക് വേണ്ടി വരും. ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ പാക്കിങ്ങിന് വലിയ പങ്കുണ്ട്. അത് നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. നല്ല ഡിസൈനുള്ള ഒരു സ്റ്റാൻഡപ്പ് പൗച്ചിലോ ഇല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ജാറുകളിലോ ഇത് പാക്ക് ചെയ്യാം. 100 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം എന്നിങ്ങനെ പല അളവുകളിൽ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ലാഭക്കണക്കുകളിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് കളി മാറുന്നത്. 1 കിലോ മുൾത്താനി മിട്ടിക്ക് നമുക്ക് വരുന്ന ചെലവ് എത്രയാണ്?
അസംസ്കൃത വസ്തുവിന്റെ ചിലവ് എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ 35 രൂപ. പാക്കിങ്ങിനും മറ്റു ചിലവുകൾക്കുമായി നമ്മൾ 50 രൂപ കൂട്ടിയാൽ പോലും 1 കിലോയ്ക്ക് ആകെ ചിലവ് 85 രൂപയിൽ താഴെ മാത്രമാണ് വന്നു നിൽക്കുന്നത്. ഇനി ഇതിന്റെ വിൽപ്പന വില നോക്കാം. നിങ്ങൾ ഓൺലൈനിൽ കയറി ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി മുൾത്താനി മിട്ടി എന്ന് അടിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. സ്ക്രീനിലും അത് കാണിക്കുന്നുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ 1 കിലോ മുൾത്താനി മിട്ടിക്ക് 290 രൂപ മുതൽ 590 രൂപ വരെ വില വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കുറഞ്ഞ വില കണക്ക് കൂട്ടുക, 290 രൂപ. ആ വിലയ്ക്ക് വിറ്റാൽ പോലും 1 കിലോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലാഭം 200 രൂപയിൽ അധികമാണ്. ദിവസം വെറും 10 കിലോ നമുക്ക് വിൽക്കാൻ പറ്റിയാൽ ദിവസേനയുള്ള ലാഭം 2000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചാൽ ലാഭം ഇനിയും കൂടും. അതെങ്ങനെയാണ് വിൽക്കേണ്ടത് എന്ന് മുമ്പോട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇത് എവിടെയെല്ലാം വിൽക്കണം? ബ്യൂട്ടി പാർലർ, ആയുർവേദ ഷോപ്പുകൾ, ഫാൻസി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഈ കടകളിലൊക്കെ നമുക്ക് ഇത് നേരിട്ട് വിൽക്കാൻ പറ്റും. ഇതിനെല്ലാം പുറമെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യ മുഴുവൻ നമുക്ക് ഈ ഉൽപ്പന്നം വിൽക്കാൻ പറ്റും. ആരുടെയും കുത്തകയല്ല, നമ്മളുടെ ബ്രാൻഡ് നമ്മൾ വിൽക്കുന്നു. നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, എക്സ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്ത് ഇത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അതായത് ആ പറഞ്ഞ വിലയ്ക്കല്ല, അതിലും കൂട്ടി 590 രൂപ വരെ പെർ കെജിക്ക് വിൽക്കാൻ പറ്റും. ഇനി ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടുന്ന ലൈസൻസുകൾ, വലിയ ലൈസൻസുകളുടെ ഒന്നും ആവശ്യമില്ല. തുടക്കത്തിൽ നമുക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും. അത് നിങ്ങളുടെ DICയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. DIC കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ചാനലിൽ തപ്പിക്കഴിഞ്ഞാൽ DIC എന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് GST അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് വാർഷിക വരുമാനം 40 ലക്ഷം രൂപ വരെ ആയാൽ മാത്രം GSTയിലോട്ട് പോയാൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് എടുത്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തിടാം. അതിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതിന് നിങ്ങളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. തൽക്കാലം അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ ഇത് പാക്ക് ചെയ്ത് വിൽക്കുന്ന ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ലീഗൽ മെട്രോളജി ലൈസൻസ് നിർബന്ധമാണ്. കാരണം നിങ്ങളുടെ ത്രാസിന് ലീഗൽ മെട്രോളജിയുടെ അപ്രൂവൽ വേണം, പതിപ്പിക്കണം. പിന്നെ പാക്കർ ലൈസൻസ് അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ്, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ജോലി, വലിയ മുതൽ മുടക്കില്ലാതെ ഭീമമായ ലാഭം നേടാനുള്ള ഒരു അവസരം, ഇതൊക്കെയാണ് മുൾത്താനി മിട്ടി ബിസിനസ് നമുക്ക് തരുന്നത്. ശരിയായ രീതിയിൽ മികച്ച പാക്കിങ്ങോടെ വിപണിയിൽ എത്തിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഏതാണ്ടൊക്കെ ഈ ബിസിനസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യണം. കമന്റ് ചെയ്യുന്നവർ വെറുതെ കമന്റ് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു 5 പേർക്കെങ്കിലും ഷെയർ ചെയ്തതിന് ശേഷം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം തരാം. കാരണം നമ്മളിവിടെ എന്താ പറയുന്നത്, ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. പക്ഷെ നമ്മളിവിടെ ഗിവ് മാത്രമേ ഉള്ളൂ, ടേക്കിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടെ ഒന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. കൂടുതൽ മികച്ച ബിസിനസ് ആശയങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.